1995 അവസാനമായി കൊല്ലം ജില്ലയിൽ സംസ്ഥാന സമ്മേളനം എത്തിയത്. ഇപ്പോൾ 30 വർഷം കഴിയുന്നു. ആ സമ്മേളനത്തിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ നവമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് EMSനും ഹർകിഷൻ സിംഗ് സുർജിത്തിനുമൊപ്പം ഒരു റെഡ് വളണ്ടിയറായ വനിത, സുന്ദരിയായ ഒരു വനിത, അവരിങ്ങനെ നടുക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ വളരെയധികം തരംഗമാണ്. ആ ഫോട്ടോയിലുള്ളത് മറ്റാരുമല്ല, ഇപ്പോഴത്തെ സംസ്ഥാന സമിതി അംഗം കൂടിയായ സൂസൻ കോടിയാണ്. അവരെനിക്കൊപ്പം ഉണ്ട്. ആ ഫോട്ടോ കാണുമ്പം ഭയങ്കരമായ ഒരു ആവേശം വരികയാണ്. കാരണം സുർജിത്തും അതുപോലെ EMSും എന്തായിരുന്നു ആ സംഭവം, എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അന്ന് ഇവിടെ കൊല്ലത്ത് വെച്ച് സമ്മേളനം നടക്കുന്നുവെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വളണ്ടിയർമാരെ നന്നായിട്ട് സംഘടിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അന്ന് ഗുരുദാസ് സാറാണ് ജില്ലാ സെക്രട്ടറി. അപ്പോൾ ഗുരുദാസ് സാർ പറഞ്ഞു, അപ്പോൾ എനിക്ക് നേരത്തെ NCC അറിയാം എന്നുള്ളത് കൊണ്ട് ഗുരുദാസ് പറഞ്ഞു, അത് സൂസൻ എല്ലാ കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിക്കണം കേട്ടോ, പഠിപ്പിച്ച് നമുക്ക് നന്നായിട്ട് വളണ്ടിയർ ആക്കണം എന്നുള്ള തരത്തിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ ജില്ലയിലെ സെലക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ജില്ലാ തലത്തിൽ തന്നെ നമ്മൾ ട്രെയിനിങ് എല്ലാം കൊടുത്തു. പിന്നെ ഞാനും ഒക്കുന്നിടത്ത് എല്ലായിടും മേഖലയിലെല്ലാം പോയി പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനം നടക്കുന്ന വേദിയിലും ഡൈസിലും എല്ലാം കയറാമല്ലോ. അങ്ങനെ ഹാളിനകത്ത് തന്നെ ഉണ്ട്. ഈ ഹാള് തന്നെ ആയിരുന്നു അന്ന് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഞാൻ പ്രതിനിധിയൊന്നുമല്ല, അപ്പോൾ നമ്മൾ വാളണ്ടിയർ ആയ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് കയറാമായിരുന്നു. അങ്ങനെ ഞാൻ ഡൈസിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എപ്പോഴും നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഉണ്ണാനിറങ്ങിയപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് സാറിൻ്റെ ഒപ്പം യൂണിഫോമിലൊരു ഫോട്ടോ വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ EMS സൈഡിൽ നിന്നുകൊണ്ട് എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ സഖാവ് തന്നെ സുർജിത്തിനെ കൂടെ അവിടെ ഇരുത്തി, പിന്നെ എഴുന്നേക്കാമെന്ന് പറഞ്ഞിരുത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നടുക്ക് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നടുക്ക് നിന്നാണ് ആ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ അതൊരു എന്താ അതിന് പറയേണ്ടെന്ന് അറിയത്തില്ല, അത്ര ആവേശത്തോടു കൂടിയാണ് നമ്മളിത്. കാരണം ആരാധിക്കുന്ന രണ്ട് നേതാക്കന്മാരുടെ ഒപ്പം നിന്ന് പടമെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ എടുത്തു. അത് പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പിന്നെ സമ്മേളനത്തിൻ്റെ തിരക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാറിയല്ലോ. പിന്നീടാണ് സുർജിത് സാറിൻ്റെ മരണ ദിവസം കൊല്ലം ദേശാഭിമാനി ഈ പടമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്, അവസാനം കൊല്ലത്ത് വന്ന പരിപാടി എന്നുള്ള കാര്യത്തിൽ. അന്നേരം പിന്നെ ഇവിടുത്തെ നമ്മുടെ മരുമ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ എനിക്ക് ലാമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലം ആൽബത്തിൽ നിന്ന് ആ ഫോട്ടോ ലാമിനേറ്റ് ചെയ്താൽ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ആവേശവും ഒരു അനുഭവമാണ്. ഈ ആളുകൾക്കൊക്കെ അത് കാണുമ്പോൾ ഒരിക്കലും കിട്ടാത്തൊരു. അതെ. അപ്പോൾ 30 വർഷം കഴിഞ്ഞ് വീണ്ടും എനിക്ക് കൊല്ലത്താന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ്. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു സംഘാടകരിൽ ഒരാളായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ആവേശമല്ലേ. ഇത്രയും വർഷം നമ്മൾ ഈ സംഘടനാ രംഗത്ത് തന്നെ നിന്ന് അതിൻ്റെ ഒരു അനുഭവവും ആവേശവും ഭയങ്കരമാണ്. നമുക്ക് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല. എത്ര വർഷമായിട്ടുണ്ടാവും? ഇപ്പം 30 വർഷം ഇത് തന്നെയായി ഏകദേശം. 66ാമത്തെ വയസ്സാണ്. അപ്പം 36 വയസ്സുണ്ട് ആ സമയത്ത്. അപ്പം എത്ര വർഷമായി സംഘടനാ രംഗത്ത് ഇങ്ങനെ സജീവമായി ഇടപെടുന്നു? ഞാൻ പ്രീ ഡിഗ്രി വരെയാണ് പഠിച്ചത്, ആലപ്പുഴയായിരുന്നു. അപ്പം എൻ്റെ സ്വന്തം വീട് അമ്പലപ്പുഴയാണ്. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഇവിടെ വന്നു. കല്യാണം കഴിച്ച് വരുന്ന വീടെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ആ കാലത്തായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എന്തോന്ന് വന്നു. പിന്നെ എനിക്ക് 3 കുട്ടികളായി. അപ്പോൾ കുട്ടികളും ആയിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സംഘടനാ രംഗത്തേക്ക് കൃത്യമായിട്ട് വരുന്നതും. അപ്പം ഞാൻ സ്കൂളിലും കോളേജിലും വെച്ച് NCCയിലുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഒരു ഇപ്പോഴും എനിക്ക് ആഗ്രഹമാണ്. ഞാൻ വയസ്സായതുകൊണ്ടാണ്, അല്ലെങ്കിൽ യൂണിഫോം ഇട്ടുകൊണ്ട് ഇപ്പോഴും ഞാൻ നിന്നേനെ. അത്ര എനിക്ക് ഭയങ്കര ആവേശമാണ്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ എല്ലാം അറിയും കാര്യങ്ങൾ. പിന്നെ വയസ്സായപ്പോൾ നമ്മൾ തന്നെ മാറണമല്ലോ, പുതിയ തലമുറയ്ക്ക് കൊടുക്കണ്ടേ, അത് നമ്മളങ്ങനെ നിന്നതാണ്. ഭയങ്കര ആവേശമാണ്. സന്തോഷം. ഓക്കെ. അതാണ്, വലിയ ആവേശത്തിലാണ് അവരും സൂസൻ കോടിയും ഉള്ളത്. ഇന്നലെ ദീപശിഖ അതുപോലെ പതാക ഈ ജാഥകളുടെ ഒക്കെ ഒപ്പം സൂസൻ കോടി ആവേശത്തോടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഏതായാലും കൊല്ലത്തേക്ക് എത്തുമ്പോൾ കൊല്ലംകാരെ പോലെ തന്നെ നമുക്കും വലിയ ആവേശം തന്നെ. ഏതായാലും വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കൊല്ലം.